2007 തനി ആവർത്തനമാണോ ഇപ്പോൾ 2025 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്ലോബൽ ട്രേഡുകളെല്ലാം അവതാളത്തിലായിരുന്ന ഈ സമയത്ത് ഇതെങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ എടുക്കേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അഞ്ജന സ്റ്റോക്ക് പീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. 2007 ഹൗസിംഗ് ബബിൾ ബേഴ്സ് നടക്കുകയും സ്റ്റോക്ക് മാർക്കറ്റുകളും ഫിനാൻഷ്യൽ മേഖലകളും തകരുകയും ചെയ്തു. എന്നാൽ 2025 സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഇടിവിന്റെ കാരണം എന്താണ്? പ്രധാനമായി വരുന്നത് അമേരിക്കയുടെ വ്യവസായ നയമാണ്. ഡൊണാൾഡ് ട്രംപ് സ്റ്റീലിനും അതുപോലെ തന്നെ അലൂമിനിയത്തിനും ഇമ്പോർട്ട് ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യ, ചൈന തുടങ്ങി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം വലിയൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല, ടെക്നോളജി സെക്ടറിലെ AI സ്റ്റോക്സുകളുടെ ഓവർ വാല്യുവേഷൻ വലിയൊരു ബബിളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയൊരു പണമൊഴുക്കിന്റെ കുറവും ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നത്? ഇപ്പോൾ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ മേജർ സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മെറ്റൽ സെക്ടറിന്റെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് ഏകദേശം 10% ഇടിവാണ് ഇന്ത്യൻ മെറ്റൽ സെക്ടറിൽ സംഭവിച്ചിരിക്കുന്നത്. US ഫെഡറേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയൊരു സെൽ ഓഫ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 വളരെ ബിഗ് സെൽ ഓഫുകളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ HSBC പറയുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും ന്യൂട്രലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് SIPകളാണ്. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ പിന്മാറ്റം അവരെ പാനിക് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരമാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ തന്നെ നമുക്കറിയാം, പല ബോണ്ടുകളും ഹെഡ്ജ് വെച്ച് ഇന്ത്യൻ മാർക്കറ്റുകൾ ഷോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ട്രേഡേഴ്സിനും ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ ഷോർട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് ഇപ്പോൾ നോക്കാം. ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചയിൽ പാനിക് ആവാതിരിക്കുകയാണ് നല്ലത്. കാരണം കറക്ഷൻ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും നടക്കുന്ന ഒന്നാണ്. അത് തിരിച്ചു കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. SIPകൾ സ്റ്റോപ്പ് ചെയ്യണമോ അതോ തുടരണമോ എന്ന കൺഫ്യൂഷനാണ് പലരും ഇരിക്കുന്നത്. മാർക്കറ്റ് ഇത്രയും വലിയൊരു കറക്ഷൻ നേരിടുന്ന സമയത്ത് നിങ്ങൾ ലോങ് ടേമിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ SIPകൾ ഇവിടെ വെച്ച് നിർത്തരുത്. അത് തുടർന്നുകൊണ്ട് തന്നെ പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക.